എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ രാവിലത്തെ മൂവ് ഏകദേശം കഴിഞ്ഞു. ഒരു 150 പോയിൻറ്റ്സ് നമുക്ക് പിയിൽ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് 150 മുതൽ 300 വരെയും ഒരു സ്ട്രൈക്കും പിന്നെ വേറെ 650ൻ്റെ ഒരു സ്ട്രൈക്കും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ പിയിൽ എന്തായാലും ഒരു എൻട്രി നമ്മൾ നോർമലി ആവറേജിങ് ചെയ്യുന്ന ഒരു വീഡിയോ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മളിവിടെ ഒരു എൻട്രി എടുക്കുവാണ്. സിയിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ലെവൽ എന്ന് പറയണത് 208-ലാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കണേ. നമ്മുടെ ടാർഗറ്റ് ലെവൽ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആദ്യത്തെ ഒരു ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് ചിലപ്പോൾ മാർക്കറ്റ് പോകത്തുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ 21 പോയിൻ്റാണ്, 200 തൊട്ട് 235-ലാണ് നമ്മളുടെ ടാർഗറ്റ്. 35 പോയിൻറ്റിൽ നമുക്ക് ടാർഗറ്റ് ലോക്ക് ചെയ്ത് വെക്കാം. പക്ഷെ അത് കുറച്ചും കൂടെ ബ്രേക്ക് ചെയ്ത് പോകാനുണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മളുടെ ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 235 വരെ മാർക്കറ്റ് എന്തായാലും പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 235-ന് മേലെ വെക്കാനാണോ, അതോ 3 ടാർഗറ്റ് ഉണ്ട്, 235 ഉണ്ട്, 255 ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷിഫ്റ്റ് 3 ലോട്ട് നമുക്ക് എടുക്കാം. 3 ലോട്ട്. അപ്പോൾ അതായത് ഒരു ലോട്ട് 272 കൊണ്ടുപോകുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമുക്ക് 3 ലോട്ട് 235 കൊടുക്കുന്നത്. അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാം, ഒരെണ്ണം നമുക്ക് 3 ട്രേഡിലായിട്ടാണ്. ഒരെണ്ണത്തിൻ്റെ കിട്ടുന്നില്ലല്ലോ സെൽ ലിമിറ്റ്. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം നമുക്ക് ഏകദേശം 235 കൊടുക്കാം. സെക്കൻഡ് ഒരെണ്ണം
ഇവിടെ കൊടുക്കാം. പിന്നെ തേർഡ്. പിന്നെ ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മൂന്നും കൂടെ ഒരുമിച്ച് അവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. മൂന്നാമത്തത് ഏകദേശം 262 കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ 3 എന്തുകൊണ്ടാണ് ധൈര്യപൂർവ്വം നേക്കഡ് ബൈ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വന്നേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. വന്നേ പറ്റത്തു എന്നുള്ളത് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ കാണിച്ചു. എന്തായാലും നമുക്ക് 230 ആകുമ്പോഴും വേണമെങ്കിൽ 3 കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഹാപ്പിയാണ്. പിയിൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് റിവേഴ്സാണ് നമ്മൾ ഉദ്ദേശിച്ച് ഇതേ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് 230 തന്നെ കൊടുക്കാം. ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന കോഴ്സേ ഉള്ളൂ. നമ്മൾ 21 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് സാധാരണ ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ആ ഒരു ബേസിസിൽ 206, 206, 216, 226, 227 വരുമ്പോൾ 21 പോയിൻ്റ് ആവും. അപ്പോൾ ആ ഡിസിപ്ലിൻ്റെ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ നമുക്ക് 230 മൊത്തം കൊടുക്കാം. അതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഇണക്കം പോലെ ചെയ്യാം. അത് കൺഫേം ആയിട്ടത് കൊണ്ടാണ് നമ്മൾ നേക്കഡ് ബൈ അവിടെ എടുത്തതിൻ്റെ റീസൺ. കൺഫേം റിവേഴ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പോട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏതായാലും 225 റിജക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 225 എത്തുമ്പോൾ സേഫായിട്ടൊരു സോണാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ അരിമേടിക്കാനുള്ള ഫണ്ട് ഓൾറെഡി നമുക്ക് ആയിട്ടുണ്ട്. കാരണം അത്ര കൺഫേം ആയതുകൊണ്ടാണ് ഡയറക്റ്റ്ലി 4 ലോട്ട് ഇട്ടിട്ട് നമ്മൾ അവിടെ ഒരു എൻട്രി എടുത്തതിൻ്റെ റീസൺ. പറഞ്ഞു വന്നപ്പോഴത്തേക്കും അത് താഴത്തോട്ട് പോയി. ശരിക്കും ആ ഒരു ഭാഗത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നതാണ്. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ പുറകെ പോയപ്പോഴത്തേക്കും അവിടെ ഇത്തിരി കുറഞ്ഞ്. എന്നാലും നമുക്ക് 225 സേഫ് ആക്കാനായിട്ട് നോക്കാം. ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് മാക്സിമം കയറ്റി ലോക്ക് ചെയ്യാം. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ ട്രിഗറായി. നമ്മൾ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് ഓൾറെഡി നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 2500 ആണ് അവിടെ കാണിച്ചത്. അവിടെ മാർക്കറ്റ് ഓൾറെഡി ട്രിഗറായിട്ടുണ്ട്. 21 പോയിൻ്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. കാരണം പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒരുപാട് ഹൈ നിൽക്കുന്ന ഏരിയ ആണ്. നല്ല രീതിയിൽ റെസിസ്റ്റൻ്റ് വന്നൊരു ഏരിയ ആണ്. അതേപോലെ ഇന്നത്തെ തന്നെ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ഓൾറെഡി വന്നൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സേഫായിട്ട് എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് എൻട്രി എക്സിറ്റിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ വലിയ ലക്ഷങ്ങളൊന്നും കാണിക്കാനായിട്ടില്ല. പക്ഷേ പോയിൻ്റ് വൈസ് കാണിക്കാനായിട്ടുള്ള വെറുതെ ഒരുപാട് ലോഡ് സൈസൊക്കെ ഇട്ട് വെറുതെ BP കൂടി ശരീരം കളഞ്ഞ് മരുന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഇലക്ട്രിക് പ്ലംബിങ്ങിൻ്റെ വർക്കറാണ്. അപ്പം നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടുന്നത് ചിലപ്പോൾ 1000 രൂപ, 1200 രൂപയാണ്. അതിൻ്റെ ഇരട്ടി പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ചാർട്ടിന് റെസ്പെക്റ്റ് ചെയ്ത് മാറുന്ന ക്യാരക്ടറാണ് എൻ്റെത്. അതല്ലാതെ നമ്മൾ പൊന്മുട്ടയിടുന്നൊരു താറാവിനെ കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാ മുട്ടയും മറ്റേ പിഴിഞ്ഞെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയാൽ 243, 253 അല്ലെങ്കിൽ 263 ലെവലിലേക്കൊക്കെ പോകും എന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പക്ഷെ ഞാനങ്ങനെ ഒരു അഗ്രസീവ് ട്രേഡിങ് ഗ്രീഡി ആയിട്ടൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. കാരണം ഡിസിപ്ലിനായിട്ടൊരു ട്രേഡറെ കൊണ്ട് എന്ത് സാധിക്കും, മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റുമോ, കിട്ടുന്ന പ്രോഫിറ്റിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് മാറാനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അതേപോലെ തന്നെ നമ്മൾ പരമാവധി ലോട്ടിട്ട് കൂടുതലിട്ടാണ് ചെയ്തത്. കാരണം നേക്കഡ് ബൈ തോന്നുന്ന സ്ഥലത്താണ് ചെയ്തത്. ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസ് ആണോ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. കാരണം മാർക്കറ്റ് റിവേഴ്സായിട്ട് വരുമെന്നുള്ള മുമ്പ് കണ്ട് ശീലിച്ച കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഒരു അനലൈസും ചെയ്യാതെ ഒരു നേക്കഡ് ബൈ അങ്ങ് എടുത്തിട്ട് ലോഡ് സൈസ് കൂട്ടിയെടുത്ത് നമ്മുടേതായിട്ടുള്ള ടാർഗറ്റിൽ നമ്മൾ ഇറങ്ങി. ഓക്കെ, നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യേണ്ട സമയമായി. കുറച്ച് നേരം കൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കൺക്ലൂഡ് ചെയ്യാൻ. പക്ഷേ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ വോയിസ് റെക്കോർഡഡ് അല്ല. അതുകൊണ്ട് ഞാൻ 3-ാമത്തെ തവണയാണ് ലാസ്റ്റ്
സെക്ഷൻ ഒന്നും കൂടെ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് മുമ്പേ കൺക്ലൂഡ് ചെയ്യേണ്ട വീഡിയോ ആണ്, പക്ഷേ സിസ്റ്റത്തിൻ്റെ എറർ കാരണം പറ്റിയില്ല. അപ്പോൾ നമ്മൾ എടുത്ത ട്രേഡ് ഓൾമോസ്റ്റ് നമ്മളൊരു 2:30 ഭാഗത്തൊക്കെയാണ് നമ്മൾ ലോക്ക് ചെയ്തത് എക്സിറ്റ് ആയത്. ദെൻ അവിടെ പോയി മാർക്കറ്റ് ഒന്ന് റിവേഴ്സായിട്ട് വീണ്ടും, കാരണം നമ്മൾ പ്രീവിയസ് ആയിട്ട് 3 റെസിസ്റ്റൻ്റ് ഏരിയ ഉണ്ട്, അപ്പോൾ അവിടെ നമുക്ക് സേഫ് ആക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ സേഫായി. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വന്നു, വീണ്ടും കൺസോൾട്ടേഷൻ ചെയ്തു. അതേ ഏരിയ വീണ്ടും ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾക്ക് കുറച്ച് പോയിൻ്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് ആ സമയത്ത് നമുക്ക് റെക്കോർഡിംഗ് പോസ് ചെയ്യാനോ പോസ് മാറ്റി വെക്കാനോ ഒന്നും പറ്റിയില്ല. ആ സമയത്ത് തിരക്കിൻ്റെ ഇടയിലായിരിക്കാം, ബാക്കിയുള്ള പോർഷൻ റെക്കോർഡഡ് അല്ല. എങ്കിലും പറഞ്ഞത് പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് എന്തായാലും കറങ്ങി തിരിഞ്ഞ് 262 272 ഭാഗത്തേക്കൊക്കെ വരണം. നമ്മൾ 3 സ്റ്റോപ്പ് ലോസ് ഒക്കെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ സേഫായിട്ട് ഇറങ്ങിയത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുമുണ്ട്. എഗെയിൻ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ടാർഗറ്റ്, അപ്പോൾ താഴത്തോട്ടുള്ള ഒരു 150 പോയിൻറ്റും മുകളിലോട്ടുള്ള ഒരു 70 പോയിൻറ്റും കൂടെ കൂട്ടിയാലും 220 പോയിൻറ്റിൻ്റെ അടുത്താണ് ഇന്നത്തെ റൈഡിൽ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ, അല്ലെങ്കിൽ ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് ലോസ് വന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറ്റാതെ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡൊക്കെ ചെയ്യുന്ന ആളുകൾക്കും നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൊരിക്കലും ഞാനിവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. വ്യൂ ഞാൻ ഇടയ്ക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, എന്നിരുന്നാലും എൻ്റെ ചാർട്ട് ഫുൾ ടൈം ഓൺ ആയിരിക്കും. നിങ്ങൾക്കിത് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ 21 പേരാണ് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ 17 പേരെന്തോ ഉണ്ട്, 4 സീറ്റും കൂടെ ഉണ്ട് അവൈലബിൾ ആയിട്ട്. പിന്നെയും വൈകിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫണ്ടമെൻ്റൽ അനലൈസോ ന്യൂസോ അങ്ങനെയുള്ള ഒന്നിൻ്റെ പുറകെ ഫോളോ ചെയ്യാറില്ല. നമ്മുടെ ചാർട്ട് നമ്മളോട് എന്തു പറയുന്നു അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു. നമ്മൾ വലിയ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും എടുക്കാറില്ല. പിന്നെ മാർക്കറ്റിന് ഇന്നത്തെ മൂവ്മെൻറ്റ് ഇന്നലെ വൈകിട്ടേ നമ്മൾ ഏകദേശമൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് കാരണം നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് രാവിലെ വരച്ച് വെച്ച ലെവലിലാണ് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് റിവേഴ്സായത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. പഠിക്കാനോ അല്ലെങ്കിൽ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹൃദയം പറഞ്ഞ സ്വാഗതം. അപ്പോൾ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത റെക്കോർഡിങ് നമുക്ക് 3 മണിക്കത്തെ വീഡിയോയിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്.